നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നേ കറണ്ട് അഫയേഴ്സിന്റെ പരീക്ഷയാണേ. അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ കറണ്ട് അഫയേഴ്സ് 2022 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഫുൾ കറണ്ട് അഫയേഴ്സിന്റെ PDF ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ കറണ്ട് അഫയേഴ്സ് ഞാൻ പറയുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ ഇന്ന് പഠിക്കാനുണ്ടായിരുന്ന ജനുവരി 26 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ തരും, അതിന്റെ പരീക്ഷയുണ്ടായിരിക്കും. ഈ ഒരു രീതി ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് ഒരു ഹെക്റ്റിക് ആകാതെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാവരും പഠിച്ച സെറ്റ് അല്ലേ? പരീക്ഷ എഴുതി നോക്കാം. ഓക്കെ, പരീക്ഷയിലോട്ട് പോവാം. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവണേ. തുടങ്ങാം. 10th മെയിൻസ് 2022 കറണ്ട് അഫയേഴ്സ് ജനുവരി 26 to 31 എക്സാം. ആദ്യത്തെ ചോദ്യം, സംസ്ഥാനത്തെ കോവിഡ് പശ്ചാത്തലത്തിലുള്ള ആരോഗ്യ വകുപ്പിന്റെ മാനസിക ആരോഗ്യ പരിപാടിയുടെ പേര് എന്താണ്? ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്, ബ്രേക്ക് ദി ചെയിൻ, തുടരണം ഈ കരുതൽ, പുഞ്ചിരി. ഉത്തരം എഴുതിക്കോളൂ. രണ്ടാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശോശാമ്മ അയ്യപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മേഖല ഏതാണെന്ന് കണ്ടെത്തുക. സാമൂഹ്യ പ്രവർത്തനം, കായികം, സാഹിത്യം, മൃഗസംരക്ഷണം. 3. പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് രജിസ്റ്റർ ചെയ്ത് 48 മണിക്കൂറിനകം ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുവാൻ വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കാതോർത്ത്, ശരണ്യ, അതിജീവനം, കൈത്താങ്. 4. 2022 ജനുവരിയിൽ 20ാമത് ധാക്ക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏഷ്യൻ ഫിലിം കോമ്പറ്റീഷൻ വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ച ഇന്ത്യൻ ചിത്രം ഏത്? ചുരുളി, കുഴാങ്കൽ, ജല്ലിക്കെട്ട്, ഹോം. 5. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി പ്രഖ്യാപിച്ചത് ഏത് നഗരസഭയാണ്? നെടുമങ്ങാട് നഗരസഭ, നെയ്യാറ്റിൻകര നഗരസഭ, കൊയിലാണ്ടി നഗരസഭ, ആറ്റിങ്ങൽ നഗരസഭ. 6. പാർലമെന്റ് നടപടികൾ പൊതുജനങ്ങൾക്ക് തത്സമയം കാണുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്ന ആപ്പ് ഏത്? ഹമാര സൻസദ്, ദേശ് ഹമാര, ഡിജിറ്റൽ സൻസദ് ആപ്പ്, മൻ കി ബാത്ത്. 7. രാംഗഡ് വിഷധാരി കടുവ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കർണാടക, രാജസ്ഥാൻ. 8. 2022 ജനുവരിയിൽ സാംസ്കാരിക മന്ത്രാലയം പുറത്തിറക്കിയ 20 വനിതാ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഥകൾ പറയുന്ന ചിത്രകഥാ രൂപത്തിലുള്ള പുസ്തകം ഏതാണ്? 3000 സ്റ്റിച്ചസ്, ഇന്ത്യൻസ് വിമൻ അൺസങ് ഹീറോസ്, ദ ഹാപ്പിയസ്റ്റ് വുമൺ, ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ഓപ്ഷൻ 3000 സ്റ്റിച്ചസ്, India's Women Unsung Heroes, The Happiest Woman, The Pursuit of Happiness. 9. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 26, ജനുവരി 27, ജനുവരി 28, ജനുവരി 29. 10. കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ കവി ONV കുറുപ്പിന് സ്മാരകം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? ആലപ്പുഴ, തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം. 11. ഓഡിയോ പതിപ്പ് പുറത്തിറങ്ങിയ നേത്രോന്മീലനം എന്ന നോവലിന്റെ രചയിതാവ് ആര്? KR മീര, സുഭാഷ് ചന്ദ്രൻ, സാറ ജോസഫ്, S ഹരീഷ്. 12. കിരൺ ജോർജ് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്, ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, ഹോക്കി. 13. നീതി ആയോഗ് സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഏറ്റവും മുന്നിലെത്തിയ സംസ്ഥാനം ഏത്? ഗുജറാത്ത്, മധ്യപ്രദേശ്, പഞ്ചാബ്, കേരളം.
14 2022 ജനുവരി 31 30ാമത് സ്ഥാപക ദിനം ആചരിച്ച കമ്മീഷൻ ഏതാണെന്ന് കണ്ടെത്തുക. ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ. 15 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീടം നേടിയത് ആര്? അറീന സാബലങ്ക, ആഷ്ലി ബാർട്ടി, സെറീന വില്യംസ്, എലേന റൈബാക്കിന. ഓക്കെ, അപ്പൊ ഇത്രയാണ് 15 ചോദ്യങ്ങൾ. ഉത്തരങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, സംസ്ഥാനത്ത് കോവിഡ് പശ്ചാത്തലത്തിലുള്ള ആരോഗ്യ വകുപ്പിന്റെ മാനസികാരോഗ്യ പരിപാടി ഏത്? എ, ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട്. 2, ചുവടെ പറയുന്നവയിൽ ശോശാമ അയ്യപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മേഖല ഏതാണെന്ന് കണ്ടെത്തുക. ഡി ആണ് മൃഗസംരക്ഷണം. മെച്ചൂർ പശുവിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. 3, പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് രജിസ്റ്റർ ചെയ്ത് 48 മണിക്കൂറിനകം ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുവാൻ വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എ, കാതോർത്ത്. 4, 2022 ജനുവരിയിൽ 20ാമത് ധാക്ക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏഷ്യൻ ഫിലിം കോമ്പറ്റീഷൻ വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ച ഇന്ത്യൻ ചിത്രമാണ് ബി, കുഴാങ്കൽ എന്ന ചിത്രം. 5, സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ നഗരസഭയായി പ്രഖ്യാപിച്ചത് സി, കൊയിലാണ്ടി നഗരസഭയാണ്. 6, പാർലമെന്റ് നടപടികൾ പൊതുജനങ്ങൾക്ക് തത്സമയം കാണുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്ന ആപ്പ് ഏതാ? സി, ഡിജിറ്റൽ സൻസദ് ആപ്പാണ്. 7, രാംഗഡ് വിഷധാരി കടുവ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഡി, രാജസ്ഥാനാണ്. 8, 2022 ജനുവരിയിൽ സാംസ്കാരിക മന്ത്രാലയം പുറത്തിറക്കിയ 20 വനിതാ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഥകൾ പറയുന്ന ചിത്രകഥാ രൂപത്തിലുള്ള പുസ്തകം ഏത്? ബി, ഇന്ത്യാസ് വിമൻ അൺസങ് ഹീറോസ്. 9, ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം ഡി, ജനുവരി 29. 10, കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ കവി ONV കുറുപ്പിന് സ്മാരകം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? സി, തിരുവനന്തപുരത്താണ്. 11, ഓഡിയോ പതിപ്പ് പുറത്തിറങ്ങിയ നേത്രോന്മീലനം എന്ന നോവലിന്റെ രചയിതാവ് ആര്? എ, KR മീര. 12, കിരൺ ജോർജ് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബി, ബാഡ്മിന്റനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 13, നീതി ആയോഗ് സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഏറ്റവും മുന്നിലെത്തിയ സംസ്ഥാനം ഏത്? ഡി, കേരളമാണ്. 14, 2022 ജനുവരി 31 30ാമത് സ്ഥാപക ദിനം ആചരിച്ച കമ്മീഷൻ ഏതാണെന്ന് കണ്ടെത്തുക. എ, ദേശീയ വനിതാ കമ്മീഷനാണ്. ദേശീയ വനിതാ കമ്മീഷൻ. 15, 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീടം നേടിയത് ആര്? 2022 കിട്ടിയത് ആഷ്ലി ബാർട്ടി. 2023 ആർക്കാ കിട്ടിയത്? അറീന സാബലങ്കയ്ക്കാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീടം നേടിയത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? പഠിച്ചിട്ട് ഓർമ്മ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്തായാലും ജനുവരി മന്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് 1 മുതൽ 31 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടെ എടുത്ത് ഓടിച്ചു നോക്കുക. സമയം കണ്ടെത്തി ഓടിച്ചു നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഓരോ മാസമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോയി റിവിഷനും കൂടെ കഴിയുമ്പോഴത്തേക്കും സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനലിനെ പറ്റി അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ നമ്മുടെ ചാനലിനെ പറ്റി അറിയത്തില്ല. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് പറയുക, ഇങ്ങനെ ഒരു ചാനലുണ്ട്, ഇങ്ങനെ കോഴ്സ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫ്രീ ആയിട്ട് 10th മെയിൻസിന്റെ 100 days കോഴ്സ് ചെയ്യുന്നുണ്ട്, അതുപോലെ നോട്ട്സ് കൊടുക്കുന്നുണ്ട്, പരീക്ഷ നടത്തുന്നുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എല്ലാവരുടെ അടുത്തും കൂടി ഒന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്